കണ്ണൂരിൽ എൻസിപിയുടെ 15ഓളം സംസ്ഥാന ജില്ലാ നേതാക്കളാണ് ബുധനാഴ്ച കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത്. ഇതിൽ പ്രതികരണവുമായി എൻസിപി ജില്ലാ പ്രസിഡന്റ് അജയൻ പായർ. കണ്ണൂർ ജില്ലയിലെ എൻസിപിയിൽ നിന്ന് പോയ 3 പേരാണ് എൻസിപിയിൽ നിന്ന് വിട്ടുപോയത്. ബാക്കി നിങ്ങൾ ഇന്നലെ പോട്ടത്തിൽ കണ്ട് 15-13 ആളെ പോട്ടങ്കാലം കണ്ടിട്ടുണ്ട്. അതെല്ലാം മുൻ കോൺഗ്രസ്സുകാരാണ്. DIC എൻസിപിയിൽ ലയിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് പോയ ആളുകളാണ് അതെല്ലാം. അന്നേരത്ത് നിർജ്ജീവമായി നിന്ന ആളുകൾ ഇന്ന് NCP എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവരിപ്പോൾ അവരെ ഐഡൻറ്റിറ്റി ആയിട്ട് പത്രങ്ങളിൽ വന്നിട്ടുള്ളത് മത്സ്യത്തൊഴിലാളി, പിന്നെ മഹിളാ കോൺഗ്രസ് എന്നെല്ലാമാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ നിർവാഹക സമിതി യോഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ 42 പേരാണ് പങ്കെടുക്കേണ്ടത്. അതിൽ നിന്ന് 31 പേര് പങ്കെടുത്തിട്ടുണ്ട്, 5 പേര് ലീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിലവിൽ 7 പേരാണ് അതിനകത്ത്. പിന്നെ 2 പേര് സ്ഥിരമായിട്ട് വരാറില്ല. പിന്നെ ഒന്ന് നമ്മൾ മന്ത്രിയാണ് പങ്കെടുക്കേണ്ടത്. മന്ത്രി എത്തൂല നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ 3 പേരാണ് അതിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയി എന്ന് പറയുന്നത്. മുൻ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന കക്ഷി 42 വർഷക്കാലം തലശ്ശേരി അറവം ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനം വന്നപ്പോൾ അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. ഈ ടേം പൂർത്തീകരിക്കുന്ന 2 ടേം പൂർത്തീകരിച്ചാൽ മാറണം എന്നുള്ളതുകൊണ്ട് മാറി. അപ്പോൾ അതിൽ ഒരു പ്രയാസമുണ്ട്. കാരണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വാഹനം ഉണ്ടാകും, കുറേ അധികാരങ്ങൾ ഉണ്ടാകുമല്ലോ. അതിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ വന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോഴായിരുന്നു ഒരു അറിയിപ്പുമില്ലാതെ അദ്ദേഹം രാജിക്കത്തും കൊടുത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹം പോണ്ടിച്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ പോയി താമസിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പ്രസിഡൻ്റായിട്ട് തന്നെ നിശ്ചയിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അന്ന് വൈസ് പ്രസിഡൻ്റാണ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം അതിൽ നിന്ന് എന്തോ ആഗ്രഹിച്ചു, വീണ്ടും ഭാരവാഹിയാകാൻ, പിന്നെ ഈ പ്രസിഡന്റ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചു. അദ്ദേഹം നടന്നിട്ടില്ല, അതുകൊണ്ട് മാറിയതാണ്. നിലവിൽ NCP ജില്ലാ നേതൃത്വം NCPക്ക് ഒരു കോട്ടം 3 പേര് മാത്രം പോയിട്ടുണ്ട്. അങ്ങനെ ഈ പാർട്ടിയിൽ കുറേ ആൾ പോയിട്ടുണ്ടല്ലോ. KP ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റായ പിന്നെ PC ചാക്കോ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾ വന്നിട്ടുണ്ട്. കടന്നപ്പള്ളി അടക്കം പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ പാർട്ടിക്ക് ഒരു കോട്ടം വന്നിട്ടില്ല. പിന്നെ ചില പത്രമാധ്യമങ്ങൾ ഇപ്പോൾ എന്താണ് ഇടതുപക്ഷത്തെയും മറ്റുള്ള നമ്മുടെ പാർട്ടികളെല്ലാം ഒന്നും ഇതായി കളയാന്ന് വെച്ചിട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം UDFന് അനുകൂലമായിട്ടാണ് എല്ലാ പത്രങ്ങളും വാർത്ത ചെയ്യുന്നത്. അതിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഇന്ന് ഞങ്ങളുടെ ജില്ലാ നിർവാഹക യോഗത്തിൽ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. അതിലൊന്നും വ്യത്യാസമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന വികസന മുന്നേറ്റ യാത്ര വിജയിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രവർത്തനം. പിന്നെ മറ്റ് ഒരാൾ പോയെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പയ്യന്നൂരിലെ കുഞ്ഞിക്കണ്ണനാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആ കക്ഷിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഈ കുറച്ച് കാലം കൊണ്ട് എത്ര പാർട്ടി മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനത് പറയുന്നില്ല. അദ്ദേഹത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയില്ല. പിന്നെ നമ്മളൊരു രജീഷാണ്, അദ്ദേഹം ബാങ്കിലെ സ്റ്റാഫാണ്. ഞങ്ങളെ അധീനതയിലുള്ള ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെ പ്രസിഡൻ്റാക്കിയിട്ടുള്ള ബാങ്കിൻ്റെ പിന്നെ സ്റ്റാഫാണ്. അദ്ദേഹം പോയതിന് അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കോർപ്പറേഷൻ ബോർഡും ഒക്കെ വേണം. ഇതൊന്നും കൊടുക്കാൻ നമ്മളെപ്പോലത്തെ പാർട്ടിക്ക് സാധിക്കില്ല. പിന്നെ അധികാരത്തിൻ്റെ പുറകെ പോകുന്ന ആളുകളെ അങ്ങനെ പോകുമല്ലാതുകൊണ്ട് വേറെ ചെയ്തില്ല. ഞങ്ങളെപ്പോലത്തുള്ള ആളുകൾ പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയ ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതല്ല. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.